ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം നോക്കിയാലോ. എന്താണെന്നല്ലേ? നമ്പർ സിസ്റ്റം. ഏതൊക്കെ നമ്പർ സിസ്റ്റം നിങ്ങൾക്ക് അറിയാം? നാച്ചുറൽ നമ്പർ അറിയാം, ഹോൾ നമ്പർ അറിയാം, ഇന്റിജേഴ്സ് അറിയാം, റാഷണൽ നമ്പേഴ്സ് അറിയാം, അതുപോലെ റിയൽ നമ്പേഴ്സ് അറിയാം. എന്നാൽ ഇതിന്റെ ഇടയിലുള്ള ഒരാളും കൂടി ഉണ്ടല്ലോ, ഇറാഷണൽ നമ്പേഴ്സ് അല്ലെ. എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്? എന്താണ്? 1 2 3 4 എക്സെട്ര. ഇതാണ് എന്ത്? നാച്ചുറൽ നമ്പേഴ്സ്. അതായത് നമ്മുടെ കൗണ്ടിങ് നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകള് അല്ലെ. ഈ എണ്ണൽ സംഖ്യകളുടെ കൂടെ ആര് കൂടെ ചേരണം? 0 കൂടെ ചേരണം അല്ലെ. 0 കൂടി ആരെ കൂട്ടത്തിൽ വരണം? എന്നിന്റെ കൂടെ വന്നാല്, നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ വന്നാല് അതെന്താവും? ഹോൾ നമ്പേഴ്സ് ആകും. ഇനി ഈ ഹോൾ നമ്പേഴ്സിന്റെ കൂടെ ആര് വരണം? നെഗറ്റീവ് നമ്പേഴ്സ് വന്നാലാണ് എന്താവുക? ഇന്റിജേഴ്സ് ആവുക അല്ലെ. അപ്പൊ ഹോൾ നമ്പേഴ്സിന്റെ കൂടെ ആര് വരണം? നെഗറ്റീവ് നമ്പേഴ്സ് വരണം അല്ലെ. നെഗറ്റീവ് ഇന്റിജേഴ്സ് അല്ലെ. നെഗറ്റീവ് നമ്പേഴ്സ് വരണം. അതായത് -1, -2, -3 എക്സെട്ര. ഇതൊക്കെ വന്നാലാണ് അതെന്താവുക? ഇന്റിജേഴ്സ് ആവുക. ഇനി റാഷണൽ നമ്പർ എന്താ? നമ്മൾക്ക് P/Q ഫോമിൽ എഴുതാൻ വേണ്ടി പറ്റണം. ആ Pയും Qവും എന്തായിരിക്കണം? ഇന്റിജേഴ്സ് ആയിരിക്കണം. മാത്രല്ല Q എന്താവാനും പാടില്ല? 0 ആവാനും വേണ്ടി പാടില്ല. 1/2, 2/3, 4/5, -1/2 അല്ലെ. ഇതൊക്കെ എന്താണ്? റാഷണൽ നമ്പേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? റാഷണൽ നമ്പർ അല്ലാത്തത്. നമുക്ക് ഇതുപോലെ P/Q, Pയും Qയും ഇന്റിജർ ആവുന്ന രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റാത്ത തരത്തിലുള്ള നമ്പേഴ്സ് ഉണ്ട്. √2, √3 ഇതൊക്കെ എന്താണ്? ഇറാഷണൽ നമ്പേഴ്സിന് എക്സാമ്പിൾ ആണ്. നമ്മൾ പഠിക്കുന്ന പൈ വാല്യൂ അല്ലെ, അതും ഇറാഷണൽ നമ്പർ ആണ്. ഇനി ഏതാണ് ബാക്കിയുള്ളത്? റിയൽ നമ്പേഴ്സ് അല്ലെ. ഈ നമ്പേഴ്സ് ഒക്കെയും ഏതൊക്കെ നമ്പേഴ്സ്? ഈ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വന്നു? ഇത് കംപ്ലീറ്റ് വന്നു അല്ലെ. ഈ റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും ഒക്കെ കൂടിയതാണ് ഏത്? നമ്മുടെ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. എല്ലാ തരത്തിലുള്ള പോയിന്റ് നമ്പേഴ്സും ഇന്റിജേഴ്സും നാച്ചുറൽ നമ്പേഴ്സും ഒക്കെ ഏതിൽ വരും? ഈ ഒരു റിയൽ നമ്പേഴ്സിന്റെ കളക്ഷനകത്ത് വരും. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ അറിയുന്ന ഏറ്റവും വലിയ നമ്പർ സിസ്റ്റം ആരാണ്? റിയൽ നമ്പേഴ്സ് ആണ് അല്ലെ. അതിനെങ്ങനെയാ ഡിനോട്ട് ചെയ്യുന്നത്? R അല്ലെ. ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.